കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഡിന്നറിന് ആദർശം നയനയും തമ്മിൽ ഒരു ഗംഭീരമായിട്ട് ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് നയന ആദർശനോട് നവ്യനെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ പറയാൻ പോവാണ്. നവ്യ ഗർഭിണിയല്ലെന്നുള്ള ആ സത്യങ്ങളൊക്കെ ഇനിയും മറച്ചു വെക്കാൻ പറ്റില്ല. ഇനി മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആപത്താന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം നേരെ നയന് ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അവസാനം കണ്ടു അങ്ങനെ ഗംഭീരമായിട്ട് ഡിന്നർ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേക്ക് മുറിക്കാനായിട്ട് കേക്കുമായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ വരുവാണ്. സമയത്ത് ദേവാനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അപ്പൊ ആദർശിനും നയനിക്കും വേണ്ടി മാത്രമായി ഡിന്നർ പാർട്ടി ഒരുക്കിയിരുന്നത്. എന്നിട്ട് ബാക്കി എല്ലാരെയും കൂടെ വിളിച്ച് ഒരു പ്രഹസനമായിട്ട് ഇങ്ങ് നടത്തിയേക്കോ. വീട്ടിൽ ചെല്ലാട്ടെ, അവനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവനല്ലെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം തന്നോട് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. ഇന്ന് വരെ ആദർശം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെയൊക്കെ ഡിന്നർ വെക്കുന്നേ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പിന്നെ ദേവേനിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല. ഈ സമയത്ത് ജയൻ പറഞ്ഞു, നീ എന്താ ദേവേനി ഇങ്ങനെ ഒരു നല്ല ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്, ഒരു ഡിന്നർ നടക്കുന്ന സമയത്ത് വെറുതെ എന്തിനാ നീ അത് അലമ്പാക്കണേ, അവിടെ ഇരിക്കാൻ പറയണേ. ദേവേനി പറഞ്ഞു, എന്റെ മോന് അവൻ അവളുടെ ചതിക്കുഴി വീണിരിക്കുക. ഇനി അതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം. ദേ അനാവശ്യം പറയരുത് കേട്ടോ. അവന്റെ ഭാര്യ അവള്. പിന്നെ അവള് പറയുന്നതൊക്കെ കുറച്ചെങ്കിലും അവൻ കേൾക്കണ്ടേ. ഇപ്പൊ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കണം. അതുപോലെയാണോ ഇത്? എന്നെ പോലെയാണോ അവള് വീട്ടിലേക്ക് കയറി വന്നതെന്ന് ചോദിക്കുക. അതെന്താ ദേവേനി അങ്ങനെ പറഞ്ഞേ? ഞാൻ നാട്ടുകാരറിഞ്ഞിട്ട് എല്ലാവരുടെ അനുഗ്രഹപ്രകാരം ആശീർവാദപ്രകാരം കയറി വന്നല്ലേ. പക്ഷെ ഇവള് മുഖം മറച്ച് വന്നവളാന്ന് പറയാം. എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇതാ നിന്റെ കുഴപ്പം. നല്ല ഒന്നാന്തരം ഡിന്നർ നടക്കുന്ന സമയത്ത് വെറുതെ അതിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൊളാക്കരുതെന്ന് പറയാണ്. ദേവേനി പിന്നെ ഒന്നും മിണ്ടിയില്ല. ദേവേനിക്ക് മനസ്സിലായി ഇനിയിപ്പൊ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിന്റെ അച്ഛൻ ചീത്ത പറയുന്നു. പിന്നെ മിണ്ടാതിരിക്കണം. അങ്ങനെ കേക്ക് കെട്ടിയതിനെ വിളിച്ച് രണ്ടുപേരും കൂടെ കേക്ക് കട്ടി വേണം. കേക്ക് കെട്ടിയപ്പോ ആദർശിന് എന്ത് ചെയ്യണമെന്നില്ല. അമ്മ അവിടെ നിന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഇനി അമ്മയ്ക്ക് കൊടുത്തില്ല അമ്മ പിണങ്ങുമോ, ആ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ ചോദിച്ചു, നീ എന്താടാ നോക്കിയിരിക്കുന്നേ? അവൾക്ക് മോൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറയാണ്. പിന്നീട് നയനയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. നയന തിരിച്ചും വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് അനിയുടെ ഉള്ളിലോട്ട് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ഭഗവാനെ ഒരു കാരണവശാലും കണ്ടുപിടിക്കരുത് ഈ കാര്യങ്ങളൊക്കെ. ആദർശേട്ടൻ നയനേടത്തേക്ക് മാത്രം ഡിന്നർ ഒരുക്കുക എന്നുള്ളത്. ഒരു വിധത്തിൽ ഹോട്ടലുകാര് ഡിന്നറിലുള്ള സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആദർശേട്ടന്റെ ചീട്ട് കയറും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം ആദർശേട്ടൻ വെള്ളം കുടിപ്പിക്കുള്ളൂ. താനും കൂടി ഇതിനകത്ത് പങ്കാളിയാണല്ലോ, ആ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ആദർശ് നേരെ അനിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പം അനി പറഞ്ഞ, എന്താ ആദർശേട്ടൻ എന്ന് ചോദിക്കുകയാണ്. നിന്നോട് രണ്ട് വർത്താനം കൂടെ പറയാതെ എനിക്കൊരു സമാധാനം വരത്തില്ലെന്ന് പറയാം. അല്ല അതെന്താ ആദർശേട്ടാ? നീ കാരണമല്ല ഈ കുഴപ്പത്തിനും കാരണം. ആ കേക്ക് കട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് അമ്മയുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. എന്നെ ദഹിപ്പിക്കുന്ന മട്ടില് ഒരു വിധത്തിലാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടേന്ന് പറയണം. ഈ ആദർശൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ നിസാര കാര്യത്തിനൊക്കെ? ഒന്നുമല്ലേ, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഡിന്നർ ഒരുക്കിക്കുന്നേ. ആ ഒരു സന്തോഷത്തോടെ ഇരിക്കുക. അല്ല ചുമ്മാ ആരെങ്കിലും എന്തേലും പറഞ്ഞു കഴിയുമ്പത്തേനും ചതഞ്ഞെന്നും പറഞ്ഞോണ്ടാണോ ഇരിക്കുന്നേ? ഏട്ടത്തിയമ്മ അത് വല്യമ്മ അങ്ങനെ എന്തേലുമൊക്കെ മുഖം വീർപ്പിച്ചോട്ടെ. ആദർശേട്ടൻ ഒന്നും കാര്യമാക്കാൻ പോട്ടെന്ന് പറയാണ്. പിന്നെ ആദർശേട്ടാ, നയനടുത്തെ ആദർശേട്ടനെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിട്ടാ ഞാൻ കരുതുന്നേ. ആദർശന് അറിയാൻ പറ്റേ, കൃഷ്ണന് രാധ എന്ന പോലെ ആ ശിവന് പാർവതി എന്ന പോലെ ഈ മുരടനായ ആദർശന് ഇത്ര നല്ലൊരു ഭാര്യയായ നയനടുത്ത് കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് പറയണം. കൂടുതലും നീ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോകണ്ട. എനിക്ക് മനസ്സിലായി എന്താന്നുള്ള കാര്യം. നീ എന്ത് പറഞ്ഞാലും എനിക്കറിയാം ആ നയനയുടെ ഒപ്പം നിൽക്കോളെന്ന് എനിക്കറിയാം. ഞാൻ വെറും കറിയാപ്പിലല്ലേന്ന് ചോദിക്കണം. അങ്ങനെയല്ല ആദർശേട്ടാ, നയനടുത്തിടെ ആ മനസ്സ് നമ്മൾ കണക്കാക്കണ്ടേ. മനസ്സിന് നന്മ കാണണം. അത് ആദർശേട്ടന് മനസ്സിലാക്കാൻ പറ്റാത്ത ആടെ കുഴപ്പമാന്ന് ചോദിക്കണം. ഇതൊക്കെ നീ എപ്പോഴും പറഞ്ഞാൽ മതി. ഇനി കുറച്ചാൾ കഴിയുമ്പോഴത്തേന് നിന്റെ കല്യാണം കഴിയും. അപ്പൊ ഞാൻ നിന്നോട് തിരിച്ചു ചോദിച്ചാളെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ കെട്ടിക്കൊണ്ട് വരുന്ന പെൺകുട്ടി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അവളെ ഞാൻ പൊന്നു പോലെ നോക്കുമെന്ന് പറയാം. നോക്കും കണ്ണും കൊണ്ട് നോക്കിയാൽ മാത്രം പോരാ എന്ന് പറയണം. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആദർശ് നേരെ വരുവാണ്. ഈ സമയത്ത് നയനയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അബിക്കും നബിക്കും വേണ്ടി പാർട്ടി നടത്തിയെന്നാ പറഞ്ഞ്. അവർക്കൊരു കുഞ്ഞ് വരാൻ പോവാണല്ലോ. അപ്പൊ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് കുഞ്ഞ് പറക്കാൻ പോവാ. അപ്പൊ അതിന്റെ സന്തോഷത്തിനും കൂടെ ഡിന്നർ ഒരുക്കിയെന്നാ പറഞ്ഞേ. ആദർശാൻ ഇപ്പോഴും ആ ഒരു ചിന്ത മനസ്സിലുണ്ട്. എന്റെ ഭഗവാനെ, താൻ കള്ളത്തരമുള്ള കാണിച്ചുകൊണ്ടിരിക്കണേ. ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ചെയ്തോണ്ടിരിക്കണേ. ഇത്രയും വലിയൊരു കള്ളത്തരം ആദർശോണ്ട് പറയേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഇനിയെങ്കിലും സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അങ്ങനെ
നയന നേരെ ആദർശിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയാം. എന്താണെങ്കിലും പറ. അതെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് മാറി എന്നാലെന്ന് ചോദിക്കും. ശരിയെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. അല്ല എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ പറയുന്ന കാര്യം കേട്ട് ആദർശാണ് എന്നെ ചീത്ത പറയുമെന്ന് ചോദിക്കുകയാണ്. അതിപ്പോ ചീത്ത പറയാനുള്ള കാര്യങ്ങളാണ് മിക്കവാറും ഞാൻ ചീത്ത പറയും എന്ന് പറയാം. അത് ആദർശേട്ടാ, എനിക്ക് പറയാനുള്ള നവ്യേച്ചിയുടെ കാര്യം എന്ന് പറയണ. നവ്യയുടെ കാര്യമോ? അവളുടെ കാര്യം എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കണം. അത് പിന്നെ അതെ, നവ്യേച്ചിക്കാണെങ്കിൽ ഈ ആഡംബരത്തോടൊക്കെ ഭയങ്കര താല്പര്യമാണെന്ന് അറിയാലോ. ഈ വളകാപ്പ് ചടങ്ങൊക്കെ ഇത്ര ഗംഭീരമായിട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അല്ല അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കണേ? എന്താ പ്രശ്നം ഇരിക്കുന്നേ? അല്ല നവ്യക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കണം. കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് ആദർശനോട് സത്യം മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയാണ്. പെട്ടെന്നാണ് അങ്ങോട്ട് നവ്യ വരുന്നത്. നവ്യ വന്നിട്ട് അങ്ങോട്ട് നയനെ വിളിക്കണേ. ഇങ്ങോട്ട് വന്നേന്നും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഒരു കാര്യം പറയാണ്ടെന്നാണ്. ഞാൻ ഇപ്പൊ വരാം ആദർശേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ആദർശനെ അവിടെ നിർത്തിയിട്ട് നവ്യ അടുത്തേക്ക് നയനയും കൂടി ചെല്ലുവാണ്. അല്ല എന്താ നവ്യ ചോദിക്കണം. എനിക്കറിയാം നീ എന്താ പറയാൻ പോണേന്ന്. എന്റെ കാര്യം നീ പറയാൻ വന്നാലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കാര്യം എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കത്തി എടുത്ത് ഭീഷണിപ്പെടുത്തോ, ഈ കത്തി കൊണ്ട് ഞാൻ സ്വയം ഇല്ലാതാവും. നീ അത് കാണേണ്ട വരുമെന്ന് പറയണം. നയനെ പെട്ടു. ഇതെന്താ നവ്യേച്ചി ഇങ്ങനെ കാണിക്കുന്നത്? പിന്നെ ഇങ്ങനെയല്ലാതെ എനിക്കറിയായിരുന്നു. നീ അവിടെ ഇരുന്നപ്പോൾ നിന്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നീ എന്തോ ആദർശനോട് പറയാൻ വേണ്ടി ആദർശനെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന്. ഇനി അത് ശരിയാകത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാനായിട്ടുണ്ടാക്കിയ പൊല്ലാപ്പല്ലേ, ഞാനായിട്ട് അത് ഒഴിവാക്കിക്കോളാം. അതിന്റെ ഇടയ്ക്ക് നീ കിടന്ന് വരവണ്ട, മനസ്സിലായല്ലോ. ഇതിന് മുമ്പെങ്ങാനും ആരിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളകാപ്പ് ചടങ്ങിന് മുമ്പിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. പിന്നെ ഈ നവ്യയുടെ തനി സ്വരൂപം നീ കാണാൻ പോകുന്നുള്ളൂ. ഇത്രയും നാളും പറഞ്ഞ പോലൊന്നും അല്ല. പിന്നെ നീ നവ്യാനും ജീവനോടെ കാണില്ല എന്ന് പറയണം. നയനക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? നയന് ആകെപ്പാടെ പെട്ടുപോയി. നയന് പിന്നെ ആദർശന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നവ്യനെ കുറിച്ച് പറയാൻ വന്നേന്നൊക്കെ. നയന് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ തടി ഉരുവാണ്. നയനക്ക് മനസ്സിലായി ഇനിയിപ്പോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചിയുടെ ജീവൻ അപകടത്തിലാവുന്ന. താനായിട്ട് ഇനി അത് പറഞ്ഞ് കൊളവാക്കണ്ട. പിന്നീട് ഇവരെ രണ്ടുപേരെയും കൂടെ ക്ഷണിക്കുന്നുണ്ട് ഡാൻസ് പെർഫോമൻസ് ചെയ്യാനായിട്ട്. കാരണം ഇവർക്ക് വേണ്ടി മാത്രമായിരുന്നല്ലോ ആ ഡിന്നർ അറേഞ്ച് ചെയ്തേ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവർ രണ്ടുപേരും കയറി ഡാൻസ് ചെയ്യാനൊക്കെ പറയണം. ആദ്യം ആദർശനൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. പിന്നീട് നയന കയറി കഴിഞ്ഞപ്പോഴത്തേനും ആ ഒപ്പം തന്നെ ആദർശയോടെ കയറുന്നുണ്ട്. നയന നല്ല അടിപൊളിയായിട്ട് ഡാൻസ് അങ്ങോട്ട് ചെയ്യുവാണ്. ആദർശം മറ്റേ തട്ടിമുട്ടിയൊക്കെ ആ ഒപ്പം തന്നെ നിൽക്കുവാണ്. ആദർശം ചങ്കിനകത്ത് തീയ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അമ്മ എന്ത് വിചാരിക്കുന്നൊക്കെയുള്ളേ. ഡാൻസ് ചെയ്താലും കേക്ക് മുറിച്ചാലും എല്ലാം അമ്മേനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ആദർശന്റെ മനസ്സിൽ. വരാൻ പോകുന്ന ഭൂകമ്പം മുന്നിൽ കണ്ടിരിക്കും ആദർശ്. ഈ സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ജലജ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമായിരുന്നു. നവ്യക്കാണ് ഇതുവരെയായിട്ട് ഒരു ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അപ്പം മെഡിസിൻ തന്നെയല്ലേ ഇവള് കഴിച്ചേ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ നാളെ കാണാൻ പോകുന്ന അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആണ്. നവ്യക്ക് ഇനി ഛർദിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ നാളെ രാവിലെ ഇതിന് ഫുൾ വിശേഷമായിട്ട് വരും. അപ്പൊ അതിനകത്ത് പറയാം എന്തൊക്കെ നവ്യക്ക് സംഭവിച്ചെന്നൊക്കെ ഉള്ളത്. ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.